നമ്മൾ തൊടുപുഴയ്ക്ക് നടന്നു പോകുന്ന വഴികളും പൂ പറിക്കാൻ പോകുന്ന വഴികളൊക്കെ കാണിച്ചു തരാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. സ്ഥലം എടുത്ത് ഒത്തിരി കാലമായി ഇതേടെ നടന്നു പോയിട്ട് ട്യൂഷന് വിടുന്ന സമയത്ത് ഇടയ്ക്ക് മുട്ടനും കൂട്ടിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന അപ്പം ട്യൂഷന് സൈക്കിളിന് പോയ നമ്മൾ കൊണ്ട് കൂട്ടിക്കാൻ പറ്റുന്നില്ല. ഇതന്നെ ഉറവയാണോ? സൈക്കിള് പഞ്ചറായിരിക്കുമ്പോഴല്ലേ കൂട്ടിക്കാൻ പറ്റുമോ? പിന്നല്ല. ഇതൊക്കെ കരിച്ചോണ്ട് കളഞ്ഞ അമ്മ ഇല്ലയുടെ താഴെ നിൽക്കാമോ? ഇങ്ങോട്ടൊക്കെ അമ്മക്കെ കുനിഞ്ഞ് നല്ല പച്ച കുനിഞ്ഞ് പോണായിരുന്നു. ഇപ്പൊ കരിഞ്ഞ് ഇവിടെയൊക്കെ ഇങ്ങനെ കേട്ടോ. ഊറൊക്കെ എവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൽബറി ഉണ്ടായിരുന്നു ഇവിടെ. ഇവിടെയൊക്കെ മൽബറി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. നടനില എടുക്കാൻ വരുമായിരുന്നു ഇവിടെ. ഇവിടെയൊക്കെ മരമൊക്കെ വെട്ടി. ഇവിടെ വെട്ടി നേരത്തെ ഇവിടെയൊക്കെ പോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കപ്പ ഇട്ടേക്കുന്ന സ്ഥലമായിരുന്നു. കപ്പയൊന്നുമില്ല. ഇവിടെ കാടായിരുന്നു. അതിൻ്റെ കാടായിരുന്നു. ഇതൊക്കെ പോയി തെളിഞ്ഞു. പക്ഷെ ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ മൽബറി പറിക്കാം. മൽബറി പോയിട്ട് ഒരു ബറി റംബൂട്ടാൻ പറിക്കുന്നു. റംബൂട്ടാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വെട്ടിക്കളഞ്ഞു. മരം വെട്ടിക്കളഞ്ഞു. പച്ചയാ. പ്ലാവൊക്കെ വെട്ടി. പ്ലാവ് എല്ലാം വെട്ടി. ഇവിടെ ഫുള്ള് തെളി. ഈ പ്രാവശ്യം തുമ്പപ്പുണ്ട്. അടുത്ത പ്രാവശ്യം ഓണത്തിന് പറിക്കാൻ വരാം. ഇവിടം വരെ ഉള്ളൂ. വഴികാടാ. അങ്ങോട്ട് കാടാണ്. അടം വരെ പോകാം. ഒരു കുളം ഇല്ലേ? ഒരു കുളം. അതൊക്കെ എടുത്താലും അമ്മ പോകുന്നുണ്ട് ഫ്രണ്ടില്. അമ്മ സൂക്ഷിച്ച് പാമ്പെല്ലാം ഉണ്ടാക്കി കേട്ടോ. ഇവിടെ ഫുള്ള് വെള്ളമേ. ഇവിടെയൊക്കെ തെളിഞ്ഞോട്ടോ. ഇതുവഴി ഇങ്ങനെ ഒഴുകി വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. രസമാണ്. ഇവിടെയൊക്കെ തെളിച്ചിട്ടു. ഇവിടെ ഫുള്ള് കാടായിരുന്നു. ഇപ്പോൾ ഒന്നര ഇവിടെ ചേര ഉണ്ടായിരിക്കും. അതാണ് അമ്മേനെ ഫ്രണ്ടിൽ വിട്ടത്. എനിക്ക് പേടിയായിട്ടൊന്നുമല്ല. ഇവിടെ തോടൊക്കെ ഉണ്ട്. പക്ഷെ പുല്ല് കാരണം മറിഞ്ഞിരിക്കും. ഈ വഴി ഫുള്ള് വെള്ളമാണ്. തോടാണോ വഴിയാണോ? ഇതുണ്ട്. ഇതിൻ്റെ അങ്ങോട്ട് തൊട്ട് താഴെ തോടാട്ടോ. അങ്ങോട്ട് താഴെ പോരുന്നത്. മീൻ എന്തോരം മീന്. ഇവിടെ ഒരു ഉരുൾപൊട്ടലാണ് ഉണ്ടായി. ഫുൾ കരിമല്ല. ഇവിടെയൊക്കെ തെളിഞ്ഞു വെള്ളം. ഇപ്പോഴാണ് ആ ഇലകളൊക്കെ മാറി തോട് തിളക്കുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ പൂ പറിക്കാൻ വരാറുണ്ട്. ഇത് ഒരു തോട്. ഇതിൻ്റെ അപ്പുറം വേറെ തോട്. 2 തോടാണ്. തെളിഞ്ഞ വെള്ളമാണ്. ഇതിൻ്റെ അത് മീനൊന്നുമില്ല. ഇതിനകത്തുള്ള മീനൊന്നും കാണാനില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും. തെങ്ങൊക്കെ മറിഞ്ഞ കുഴപ്പമില്ല. ഇതാണ് ഞങ്ങൾ പണ്ട് മീൻ പിടിക്കാൻ വന്ന കുളം. തട്ടിപ്പൊളി. ഇറങ്ങി കുളിയാൻ തോന്നുന്നു. കണ്ടാ ഇതുണ്ട്. ഇവിടെ ഒരു വകച്ചിലുണ്ട്. ഇതിലെ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഉള്ളൊരു ഇഷ്ടം പോലെ മീനുണ്ട്. അയ്യോ ചാടി പോവാന്ന്. എനിക്ക് കുളിക്കാൻ തോന്നുന്നേ. ഇച്ചിരി വെള്ളമില്ലേ ഉള്ളൂ. നല്ല ക്ലിയർ വെള്ളം. ഇത് അവിടെ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നും വന്ന വെള്ളമാണ് ഇവിടെ അടിഞ്ഞു കൊടുക്കുന്നത്. നല്ല അടിപൊളി വെള്ളം. അടിപൊളിയല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ.
മഴക്കാലത്ത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അടിപൊളി. മഴക്കാലത്ത് ഇവിടെ ആൾക്കാർ വന്ന് അലക്കാറൊക്കെ ഉണ്ട്. അവിടെ കല്ല് മീൻ പിടിക്കാൻ ആൾക്കാർ വരാറുണ്ട്. ഇഷ്ടംപോലെ മീനും ഉണ്ട്. എന്നാ അടിപൊളിയാണെങ്കിൽ അത് മൺസൂണിൽ ഇത്ര അടിപൊളിയായിരിക്കും ഇവിടെ. ഇതുണ്ടോ പറ്റല്ലേ? നടക്കുന്ന വഴിയൊക്കെ നമുക്ക് ഇതുപോലെ നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും കിട്ടുന്നത്. പ്രേതാലയാണോ ഇത്? പറ. അങ്ങോട്ട് ഞങ്ങൾ വലിയ റിസ്ക് എടുക്കാൻ പോകുന്നില്ല. ഇവിടെയാണൊരു ചേര കാണാറ്. ചേരയൊന്നും അല്ല, പിന്നെ വലിയ വലിയ സാധനങ്ങൾ കാണും. കണ്ടിട്ടുണ്ടോ? പിന്നെ 100 രൂപ കണ്ടിട്ടുണ്ടോ? ഈ പറമ്പിൽ നിന്ന് ഈ കയ്യാല വഴി ഇരിക്കും. അതാണ് നിങ്ങളന്ന് ഓടിച്ചത്? അതെ, ആണല്ലോ. ചേരെ കണ്ടല്ലോ ആരാ ഓടാൻ പോകും. അയ്യോ, കൈ പറയുക. അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് അടി വെക്കണം. വെക്കണ്ടോ? ഒരു കടിക്ക് മതി. ഇതാണ് ഞങ്ങള് കമ്മൽപ്പൂടത്. അത്തപ്പൂടെ ഇവിടെയൊക്കെ വരാറുണ്ട്. ഇപ്പൊ പൂവൊന്നും മുളച്ചില്ല. ഇവിടെ ഞങ്ങക്ക് വേറൊരു സ്ഥലം കൂടെ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അത് പാമ്പിന്റെ ഒരു സ്ഥലം കിടന്ന വേല അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങള് പൂ പറിക്കാൻ പോണ സ്ഥലം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇപ്പം തൽക്കാലം നിർത്തുന്നു. അടുത്ത ദിവസം ബാക്കി ഭാഗം കാണിച്ചു തരുന്നതാണ്.